രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. സുഗ്രീവൻ രാമപാദങ്ങളിൽ നമസ്കരിച്ച്, എല്ലാവരും രാമപാദങ്ങളിൽ നമസ്കരിച്ച് അവിടെ നിന്ന് പുറപ്പെടുന്നു. എന്നിട്ട് ചെന്ന പുരിവുക്ക് അഭിഷേകവും ചെയ്തു. ലക്ഷ്മണൻ അവരോടൊപ്പം പോവാണ് രാമന്റെ നിർദ്ദേശമനുസരിച്ചിട്ട്. അങ്ങനെ കിഷ്കിന്ധാപുരത്തിലെത്തി അഭിഷേകം നടത്തി. സുഗ്രീവന്റെ അഭിഷേകം നടത്തിയിട്ട് വന്നിതു രാമാന്തികയെ സുമിത്രാത്മജൻ. സൗമിത്രി രാമന്റെ സമീപത്തേക്ക് വന്നു. രാമന്റെ അടുത്തെത്തി രാമനെ വന്ദിച്ചു നിന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് ഉന്നത മൂർധ ശിഖരം പ്രവേശിച്ച് നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. ആ പർവ്വതത്തിന്റെ വളരെ ഉയരങ്ങളിലുള്ളതായ ഒരു ശിഖരത്തിലേക്ക് രാമൻ കയറിപ്പോയി. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയ്ക്കാണെങ്കിലോ നല്ല മനോഹരമായ പ്രകാശം അതിൻ്റെ ഉള്ളിൽ സ്ഫടികം പോലെ അത് തിളങ്ങുന്നു. അതിൽ സ്വർണം പോലെ അത് പ്രകാശിക്കുന്നു. അങ്ങനെയുള്ളതായ ആ ഗുഹയ്ക്കുള്ളിൽ കടന്നിട്ട് മുഴുവൻ രത്നങ്ങൾ വധിച്ച ദേവലോക സദൃശമായിരിക്കുന്ന ഒരു ഗുഹ, അതിനുള്ളിലേക്ക് രാമൻ പ്രവേശിച്ചു ലക്ഷ്മണനോടൊപ്പം. അവിടെ അവർ വസിക്കുകയാണ്. എന്താ, മഴക്കാലാണ്. സുഗ്രീവനോട് രാമൻ പ്രത്യേകം പറഞ്ഞയച്ചു, ഇനി മഴക്കാലാണ്, ഈ മഴ കഴിയട്ടെ. മഴക്കാലം യുദ്ധത്തിന് പറ്റിയതല്ല. മഴ കഴിഞ്ഞ് ഈ ഇരുണ്ട മേഘങ്ങളെല്ലാം പോയി മറഞ്ഞ് വെള്ളിമേഘങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടും, ശരത് ഋതു വരും. അപ്പോഴേക്കും സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നീ സസൈന്യം ഇങ്ങോട്ട് വരിക എന്ന് രാമൻ സുഗ്രീവനോട് പറഞ്ഞു. ആ കാലഘട്ടമാണ്, മഴയുടെ കാലഘട്ടമാണ്. അവർ രണ്ടുപേരും ആ ഗുഹയ്ക്കുള്ളിൽ, അവിടെ മഴ ശല്യം ചെയ്യില്ല, കാറ്റ് ശല്യം ചെയ്യില്ല, വളരെ സുഖകരമായ ആ ഗുഹയ്ക്കുള്ളിൽ വസിക്കുമ്പോൾ ലക്ഷ്മണകുമാരൻ പൂജയുടെ തത്വശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് രാമനോട് പറഞ്ഞു, കേൾക്കയിൽ ആഗ്രഹം പാരം ക്രിയാമാർഗം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ. 3 ലോകത്തിന് ഈശ്വരനായിരിക്കുന്ന അല്ലയോ രാമ, ക്രിയായോഗം അങ്ങ് എനിക്ക് ഉപദേശിച്ചു തന്നാലും അത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പഠനമൊക്കെ ഏകാന്തതയിലേ പറ്റുള്ളൂ. വലിയ കോലാഹലങ്ങളുടെ നടുവിൽ പഠനം പറ്റില്ല. അതാണ് ഇവിടെ ഇപ്പോൾ ഏകാന്തതയാണ്. രാമൻ ലക്ഷ്മണൻ മാത്രമേ ഉള്ളൂ, വേറെ തിരക്കിട്ട പണികളൊന്നും തന്നെയില്ല. അപ്പോൾ ആ അവസരം ഒരിക്കലും പഴക്കാതെ ലക്ഷ്മണൻ ഉപയോഗിക്കുകയാണ്. ആദ്യത്തെ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം ലക്ഷ്മണന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് സമൂലമായിരിക്കുന്ന പരിവർത്തനം അവിടെ ഉണ്ടാക്കി, പ്രകാശം അവിടെ ഉണ്ടാക്കി. അതാണ് ആരണ്യകാന്ഡത്തിൽ ലക്ഷ്മണോപദേശത്തിന് കാരണമായി തീരുന്നത്. ലക്ഷ്മണൻ അഭ്യർത്ഥിച്ചു, വേദാന്ത ശാസ്ത്രത്തിന്റെ ഹൃദയരഹസ്യങ്ങൾ എനിക്ക് വെളിവാക്കി തരണം എന്ന്. അവിടെ നിന്നിട്ട് ഇനി അനേകം ഉപാസനാ പദ്ധതികളുണ്ടല്ലോ. ആ ഉപാസനാ പദ്ധതികളിൽ ക്രിയാമാർഗം, പൂജയുടെ മാർഗം, അത് പഠിക്കണം എന്ന് ലക്ഷ്മണൻ ആഗ്രഹമുണ്ടായി. അതാണ് രാമനോട് ചോദിച്ചത്. അത് പഠിക്കാനുള്ള സന്ദർഭമാണിത്. അതാണ് ക്രിയാമാർഗോപദേശം എന്ന് കിഷ്കിന്ധാകാന്ഡത്തിലുള്ള ഈ ലക്ഷ്മണോപദേശത്തിന് പേര്. കേൾക്ക നീയെങ്കിൽ മൽ പൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. അല്ലയോ ലക്ഷ്മണ, നീ എന്നാ കേട്ടുകൊള്ളൂ. എൻ്റെ പൂജാവിധാനങ്ങൾക്ക്, എന്നെ പൂജിക്കാനുള്ള സമ്പ്രദായങ്ങൾക്ക് അവസാനമില്ല. അനേകം പ്രകാരങ്ങളിൽ എന്നെ പൂജിക്കാം. ഓരോരുത്തരും അവരവരുടെ മനസ്സിന് ഇണങ്ങുന്ന പ്രകാരത്തിലുള്ള പദാർത്ഥങ്ങളെ കൊണ്ട് അവർക്കിടെ മനസ്സിന് ഇണങ്ങുന്ന പ്രകാരത്തിൽ എന്നെ പൂജിക്കണം. എന്നെ എന്ന് പറയുമ്പോൾ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ എങ്ങനെ സഗുണ സാകാരമായി പൂജിക്കണം. നിർഗുണ നിരാകാര ബ്രഹ്മത്തെയാണ്
സഗുണസാകാരമായി ശിവനായോ വിഷ്ണുവായോ രാമനായോ കൃഷ്ണനായോ ശാസ്താവായോ ഭദ്രകാളിയായോ ദുർഗയായോ സരസ്വതിയായോ മഹാലക്ഷ്മിയായോ ഒക്കെ നമ്മൾ പൂജിക്കുന്നത് അവരവരുടെ ഇഷ്ടമുള്ള നാമത്തിൽ, അവരവർക്ക് ഇഷ്ടമുള്ളതായ രൂപത്തിൽ, അവരവർക്ക് ഇഷ്ടമുള്ളതായ ഭാവത്തിൽ ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെയാണ് പൂജിക്കുന്നത്. രൂപഭാവങ്ങളെല്ലാം തൽക്കാലം മനസ്സ് ഏകാഗ്രമാക്കാനും ഈ പൂജാവിധാനങ്ങൾ ഭംഗിയായി പ്രവർത്തിപ്പിക്കാനുള്ള ഉപകരണം മാത്രം. അങ്ങനെ മനസ്സ് ഏകാഗ്രപ്പെടും. ഏകാഗ്രപ്പെട്ട് കഴിയുമ്പോൾ മനസ്സ് ക്രമേണ ലയിക്കും. മനസ്സിന്റെയും ബുദ്ധിയുടെയും മണ്ഡലത്തിനപ്പുറത്തേക്ക് നമ്മുടെ ബോധമണ്ഡലം തെളിഞ്ഞു വരും. എന്നിട്ട് മായയുടെ മണ്ഡലവും കടക്കും. അവിടെ ശുദ്ധമായ പ്രത്യക്ഷമായ അദ്വൈത അനുഭൂതിയിലെത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടുള്ളതായ മാർഗങ്ങൾ അനേകമുണ്ടല്ലോ. കർമ്മയോഗമുണ്ട്. യോഗം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളതായ സാധനാ പദ്ധതികൾക്കാണ്. കർമ്മയോഗമുണ്ട്, രാജയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. അതേപോലെ തന്നെ മറ്റ് അനേകം പ്രകാരങ്ങളുണ്ട്. ഭക്തി യോഗമുണ്ട്. ഇത് ഓരോന്നിനും അനേകം നൂറുകണക്കിന് ശാഖകളും ഉപശാഖകളും ഒക്കെ ഉണ്ട്. അതിൽ ഏത് വേണോ അവരവരുടെ മനസ്സിനിണങ്ങുന്ന സ്വീകരിക്കാം. ആ മാർഗത്തിലൂടെ മുന്നേറാം. മുന്നേറിക്കഴിഞ്ഞ് വളരെയേറെ മുന്നേറിക്കഴിയുമ്പോൾ മനസ്സിലാകും എല്ലാ മാർഗങ്ങളും ഫലത്തിൽ ഒന്ന് തന്നെ ഒരിടത്താണ് കൊണ്ടെത്തിക്കുന്നത് എന്ന്. ആദ്യം തുടങ്ങേണ്ടത് അവരവരുടെ മനസ്സിനിണങ്ങുന്ന സമ്പ്രദായത്തിൽ നിന്നിട്ടാണ്. അതാണ് എൻ്റെ പൂജാവിധാനത്തിന് അവസാനമില്ല. അത് അനേക ലക്ഷം പ്രകാരങ്ങളിലുണ്ട്. ആ പൂജ എവിടെ ചെയ്യണം? എവിടെ വേണമെങ്കിലും ചെയ്യാം. ഹൃൽ കമലത്തിങ്കൽ അകിലുമാം. അവരവരുടെ ഹൃദയത്തിനുള്ളിൽ ചെയ്യാം പൂജ. പുനരഗ്നി ഭഗവാങ്കൽ അകിലുമാമടോ. ആ പൂജാദികൾ ഹോമാദികൾ അഗ്നിയിൽ ചെയ്യാം. പിന്നെയോ മുഖ്യ പ്രതിമാദികളിലെന്നാകിലും, പിന്നെയോ വിഗ്രഹങ്ങളിൽ പരമാത്മാവിനെ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ സഗുണ സാകാരമായി വിഗ്രഹത്തിൽ സങ്കല്പിച്ച് ദാരുകൊണ്ടോ തടി കൊണ്ടോ കല്ലുകൊണ്ടോ സ്വർണം കൊണ്ടോ പഞ്ചലോഹം കൊണ്ടോ നിർമ്മിതമായ വിഗ്രഹാദികളിൽ ആരോപിച്ചിട്ട് ആ ഭഗവാനെ പൂജ ചെയ്യാം. അങ്ങനെ പൂജ ചെയ്യാൻ അനേകം ആശ്രയങ്ങളുണ്ട്. അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സൂര്യനെ പരമാത്മാവായി സങ്കല്പിച്ചുകൊണ്ട് സൂര്യ ഉപാസന ചെയ്യാം, സൂര്യനെ പൂജ ചെയ്യാം. പണ്ട് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം, ഇപ്പോഴും ഉണ്ട് കുടുംബങ്ങളിൽ, പൊങ്കാലയിടുന്ന രീതി. വീട്ടിൽ ഏതെങ്കിലും ഒരു വിശേഷം, ഒരാളുടെ പിറന്നാള്, അപ്പോഴ് നമ്മൾ അതിരാവിലെ വേണ്ടുന്ന പ്രകാരത്തിൽ പൊങ്കാലയ്ക്ക് വേണ്ടുന്നതെല്ലാം തയ്യാറാക്കിയിട്ട് ആദിത്യദേവൻ ഉദിക്കുന്ന സമയത്ത് പൊങ്കാലയിട്ട് ആദിത്യദേവന് നിവേദിക്കും. അങ്ങനെ ആദിത്യദേവനെ ഉപാസന ചെയ്യുവാൻ പദ്ധതികൾ അനേകമുണ്ട്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണവയെല്ലാം. അങ്ങനെ സൂര്യനിൽ ഉപാസിക്കാം, അപ്പിങ്കലാകിലും വെള്ളത്തിൽ ഉപാസിക്കാം, നദികളെ പരമാത്മാവായി കണ്ട് ഉപാസന ചെയ്യാം. ഗംഗാദേവിയെ ആരതി ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പമ്പാ നദിയിൽ നമ്മൾ വിളക്ക് കൊളുത്തില്ലേ? പമ്പാ വിളക്ക്, പമ്പാ സദ്യ, ഇതൊക്കെ നമ്മുടെ കാരണവന്മാരെ നമ്മെ ശീലിപ്പിച്ചു. ഏതൊരു പൂജ ചെയ്യുമ്പോഴതിന് നമ്മൾ ജലം ഉപയോഗിക്കും. അപ്പൊ എങ്ങനെയാ സങ്കല്പിക്കുക? ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആ ജലം കൊണ്ട് നമ്മൾ പൂജാകർമ്മങ്ങൾ ആരംഭിക്കുക. എല്ലാ നദികളും, എല്ലാ നദിയും ഗംഗയാണ്. നമുക്ക് വിവിധ പേരുകൾ നമ്മൾ അവയ്ക്ക് നൽകിയിട്ടുണ്ട്. അത് ഒഴുകുന്നതായ മാർഗങ്ങളെ പുരസ്കരിച്ചിട്ട് ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും എല്ലാം എന്റെ മുന്നിലുള്ള ഈ പാത്രത്തിൽ ഇരിക്കുന്നതായ ജലത്തിൽ സാന്നിധി കൊള്ളണം എന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പോഴേക്കും അവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ആ ജലം കൊണ്ടാണ് പൂജാദികൾ ആരംഭിക്കുക. അങ്ങനെ അപ്പിങ്കലാകിലും ജലത്തിൽ പൂജ ചെയ്യും. സ്തണ്ടിലത്തെങ്കിലും പരന്ന തറ, ചാണകം മെഴുകി ശുദ്ധമാക്കിയ പരന്ന തറ, അതാണ് സ്തണ്ടിലം. അവിടെ പൂജ ചെയ്യാം. നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും. സാളഗ്രാമത്തിലും പൂജയാകാം.
അങ്ങ് നേപ്പാളിലുള്ള ഗണ്ഡകി നദിയുടെ ഉദ്ഭവസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതായ വിശിഷ്ടങ്ങളായ കല്ലുകളാണ് സാളഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. ശൈവമായ സാളഗ്രാമമുണ്ട്, അതിനകത്ത് ശിവലിംഗമുണ്ട്. അതേപോലെ വൈഷ്ണവമായ സാളഗ്രാമവും ഉണ്ട്, അതിനകത്ത് സുദർശന ചക്രമുണ്ട്. ആ സാളഗ്രാമങ്ങൾ 12,000 സാളഗ്രാമങ്ങൾ അടുക്കി വച്ചിട്ടാണ് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭന്റെ ആ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നു. 12,000 സാളഗ്രാമം അതിനെ പ്രത്യേക ക്രമത്തിൽ അടുക്കി വെച്ചിട്ട് ആ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നതോ കടുശർക്കര യോഗത്തിലാണ്. അതുകൊണ്ട് അതിൽ ജലം സ്പർശിക്കാൻ പാടില്ല, ഈർപ്പം സ്പർശിക്കാൻ പാടില്ല. അഭിഷേകാദികളെല്ലാം അതിൻ്റെ മുന്നിൽ വേറൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്, അതിലാണ് ചെയ്യുക. ആ അനന്തപത്മനാഭന്റെ ആ പള്ളി കൊള്ളുന്ന ആ വിഗ്രഹമുണ്ടല്ലോ, അതിൽ ജലം തൊടാൻ പാടില്ല. അതിൽ പുഷ്പമാല്യം ചാർത്തുമ്പോൾ പോലും പട്ടുവിരിച്ച്, പുഷ്പത്തിലെ വെള്ളത്തിന്റെ സ്പർശമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് പട്ടുവിരിച്ചിട്ട് അതിന്റെ പുറത്തേ അത് വെക്കുള്ളൂ. കാരണം കടുശർക്കര യോഗമാണ്, വിശിഷ്ടമായ ഒരു യോഗമാണ്. അതുകൊണ്ടാണ് ആ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ 12,000 സാളഗ്രാമവും. ഒരു സാളഗ്രാമം മതി പൂജ ചെയ്യാൻ. അതാണ്, ആ സാളഗ്രാമം ഉണ്ടെങ്കിൽ അങ്ങേയറ്റം ഉത്തമം അതിൽ പൂജ ചെയ്യുക. പൂജയുടെ തത്വശാസ്ത്രം അത് അടിസ്ഥാനം പഞ്ചോപചാര പൂജയാണ്. നമ്മെ തന്നെ ഭഗവാന് സമർപ്പിക്കലാണ് സകല പൂജാ പ്രക്രിയയും. നമ്മെ ഭഗവാന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കാൻ എന്തു ചെയ്യുന്നു? നമ്മുടെ ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളെ ഭഗവാനിൽ സമർപ്പിക്കുന്നു. സ്ഥൂല ശരീരം സ്ഥൂല പഞ്ചഭൂത നിർമ്മിതമാണ്, സൂക്ഷ്മ ശരീരം സൂക്ഷ്മ പഞ്ചഭൂത നിർമ്മിതവുമാണ്. അതിനെ ഭഗവാന് സമർപ്പിക്കുന്നു. എങ്ങനെ? അതിന്റെ പ്രതീകങ്ങളിലൂടെ സമർപ്പിക്കുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നുള്ളതായ ആ പ്രതീകങ്ങളിലൂടെ സമർപ്പിക്കുന്നു. അങ്ങനെ ആകാശത്തിന്റെ പ്രതീകമായി പുഷ്പത്തെയും, അതേപോലെ സ്പർശത്തിന്റെ പ്രതീകമായിട്ട് ധൂപത്തെയും, അതേപോലെ രൂപത്തിന്റെ, കണ്ണുകൊണ്ട് കാണുന്ന നിറവും ആകൃതിയും ഒക്കെയാണ് രൂപം, അതിന്റെ പ്രതീകമായിട്ട് അഗ്നിയെയും വിളക്കിനെയും, രസത്തിന്റെ, നാവ് കൊണ്ടറിയുന്ന രുചി, അതിന്റെ പ്രതീകമായിട്ട് നമ്മൾ പായസത്തെയും ജലത്തെയും, ജലവും പായസവും ഒക്കെ അതിന്റെ ആ രസത്തിന്റെ പ്രതീകമാണ്. അതേപോലെ തന്നെ ഗന്ധത്തിന്റെ പ്രതീകമായിട്ട് ചന്ദനത്തെയും, ഈ ആകാശ തത്വത്തിൽ നിന്നിട്ടാണ് നമ്മുടെ കാതിന്റെ ശ്രവണശേഷി ഉണ്ടാകുന്നത്. രൂപതത്വത്തിൽ നിന്നിട്ടാണ് കണ്ണിന്റെ ആവിർഭാവം. അതേപോലെ തന്നെ രസതത്വത്തിൽ നിന്നിട്ടാണ് നമ്മുടെ നാവിന്റെ ആവിർഭാവം. ഗന്ധതത്വത്തിൽ നിന്നിട്ടാണ് നമ്മുടെ നാസികയുടെ ആവിർഭാവം. അതേപോലെ തന്നെ സ്പർശം, ത്വക്കിന്റെ അടിസ്ഥാനം സ്പർശം എന്നുള്ള തത്വമാണ്. ഇങ്ങനെ ആകാശതത്വം, സ്പർശതത്വം, ആകാശതത്വത്തിന് ശബ്ദതത്വം എന്നും പറയും, സ്പർശതത്വം, രൂപതത്വം, രസതത്വം, ഗന്ധതത്വം, ഈ 5 തത്വങ്ങളെയും നാം ഭഗവാൻ സമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലെ നിലവിളക്ക് കൊളുത്തി സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോഴും ഈ പദാർത്ഥങ്ങളെല്ലാം അവിടെ സന്നിവേശിച്ചിട്ടുണ്ടാകും. വിളക്കുണ്ടാകും, പുഷ്പമുണ്ടാകും, ചന്ദനത്തിരി ഉണ്ടാകും, അല്ലെങ്കിൽ സാമ്പ്രാണിത്തിരി ഉണ്ടാകും, ഒരു കിണ്ടിയിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടാകും, ചന്ദനം ഉണ്ടാകും. ഈ 5 എണ്ണവും നമ്മൾ നാമം ജപിക്കുന്ന അവസരത്തിൽ ഒരുക്കി വെച്ചിട്ടാണ്, ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഒരുക്കി വെച്ചിട്ടാണ് നാമം ജപിക്കുക. എന്നുവെച്ചാൽ നമ്മുടെ സ്ഥൂല ശരീരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന 5 തത്വങ്ങളെയും നാം ഭഗവാൻ സമർപ്പിക്കുന്നു. സൂക്ഷ്മ ശരീരത്തെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ 5 തത്വങ്ങളെയും ഭഗവാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളെ സമർപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താണ് നമ്മിൽ അവശേഷിക്കുക?
പിന്നെ നമ്മിൽ അവശേഷിക്കുന്നത് ആത്മതത്വം മാത്രം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിത്സ്വരൂപവും ആനന്ദസ്വരൂപവുമായിരിക്കുന്ന മംഗളമാണ് ഞാൻ, മംഗളമാണ് ഞാൻ, മംഗളമാണ് ഞാൻ, ആത്മാവാണ് ഞാൻ. ഇങ്ങനെ ആത്മതത്വത്തെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മതത്വത്തെ നേരിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ഭഗവാന് സമർപ്പിക്കുന്നു. ഇതെന്റേതല്ല, ഇതം ന മമ, ഇതെന്റേതല്ല, ഇതെന്റേതല്ല, ഇതെന്റേതല്ല. അതാണ് ഇതം ന മമ, ഇതം ന മമ. അതാണ് നമ 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 എന്നായി മാറുന്നു. അങ്ങനെ നമ എന്ന് പറഞ്ഞ് ഇതിനെല്ലാം ഭഗവാൻ സമർപ്പിക്കുന്നു. സകല പൂജകളുടെ അടിസ്ഥാന തത്വം ഇതാണ്, ഭഗവത് സമർപ്പണം. അവശേഷിക്കുന്ന തന്റെ യഥാർത്ഥ സ്വരൂപം, ഞാനെന്നത് ഈ സ്ഥൂല ശരീരമല്ല, ഞാനെന്നത് ഈ സൂക്ഷ്മ ശരീരമല്ല, ഞാനെന്നത് ഈ കാരണശരീരവുമല്ല, പിന്നെയോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അത് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള വളരെ ശാസ്ത്രീയമായ സംവിധാനമാണ് ഈ പൂജാതത്വം അഥവാ ക്രിയാമാർഗം. ഇതിനെ ഈ പഞ്ച ഉപചാര പൂജ എന്ന് പറയും. 5 ഉപചാരങ്ങളോട്, ഈ 5 തത്വങ്ങളെ സമർപ്പിക്കുന്ന 5 ഉപചാരങ്ങളോടുകൂടി ചെയ്യുന്ന പൂജ. ഇതിനെ അമ്പലങ്ങളിൽ ഷോഡശ ഉപചാര പൂജയായിട്ടാണ് എല്ലാ ദിവസവും രാവിലെ തൊട്ട് അത്താഴ പൂജ വരെ ചെയ്യുക. 16 ഉപചാരങ്ങളായിട്ട് ഈ 5 വർദ്ധിപ്പിക്കും. അങ്ങനെ ഷോഡശ ഉപചാര പൂജ എന്ന് പറയും. അതാണ് അമ്പലങ്ങളിൽ ചെയ്യുക. അമ്പലങ്ങളിൽ വിശേഷ അവസരങ്ങളിൽ, ഉത്സവത്തിലൊക്കെ ചതുഷ്ഷഷ്ടി ഉപചാര പൂജയായിട്ട് ചെയ്യും. ഈ ഷോഡശ ഉപചാര പൂജയെ പിന്നെയും കൂടുതൽ വിശദമാക്കിയിട്ട് 64 ഉപചാരങ്ങളോടുകൂടിയതായ പൂജ ചെയ്യും. അതാണ് ഉത്സവ പൂജാദികൾ. വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തു വച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാന തത്വമാണ് ഇവിടെ നമ്മൾ ക്രിയാമാർഗോപദേശത്തിൽ രാമൻ ലക്ഷ്മണന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഉപദേശിച്ച് കേൾക്കുന്നത്.